ഹലോ ഗെയ്സ്, ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. നമുക്ക് സാറ്റർഡേ ക്ലാസ്സിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പിള്ളേരൊക്കെ കുറവായിരുന്നു. കാരണം ദീപാവലിയുടെ അവധി ആയപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും നാട്ടിൽ പോയി. നമുക്ക് സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും മാത്രമേ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ് പൂജയുടെ അവധി ആയപ്പോഴത്തേക്കും നമുക്ക് 1-2 ലീവ് എക്സ്ട്രാ തന്നായിരുന്നു കോളേജുകാർ കേട്ടോ. അപ്പോൾ നമുക്കിനി എല്ലാ സാറ്റർഡേയ്സും വരണം. അങ്ങനെ കുറേ നേരം ഞാനവിടെ റീൽസും ഫോട്ടോ ഒക്കെ എടുത്തിരുന്ന്. പിന്നെ നമുക്ക് ഭയങ്കര പോസ്റ്റഡി ആയിരുന്നു. കാരണം ഒരു സാറുമാരൊന്നും ഇല്ലായിരുന്നു. അറ്റൻഡൻസിന് വേണ്ടി മാത്രം നമ്മൾ വന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം നിറയ്ക്കാനും ബാത്റൂമിൽ പോകാനും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 12:30 വരെയുള്ള കോളേജിൽ 12 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. വ്ളോഗിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ലിൻഡി ഇങ്ങനെ മുങ്ങി നടക്കുകയാണ് കേട്ടോ. നീ എന്താ പോവാത്തെ? നേരെ PG വന്നു. നമ്മൾ ഡ്രസ്സും മാറി പ്ലേറ്റൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കിടന്നുറങ്ങുക, എണീക്കുക, കോളേജിൽ പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഇത് തന്നെ റിപ്പീറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അശ്വിനിനെയും വിളിച്ചിട്ട് ഫുഡ് എടുക്കാൻ പോയി. ഫുഡ് കണ്ടപ്പോൾ ഞാൻ വ്ളോഗിൻ്റെ കാര്യം മറന്നു. പിന്നെ വൈകിട്ടായപ്പോൾ നമ്മൾ വീണ്ടും സ്ട്രീറ്റിലേക്ക് ഒന്ന് ഇറങ്ങി. ദീപാവലിയുടെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ നേരെ പാരീസിൽ പോയി ഒരു ബിരിയാണി കഴിച്ചു. അങ്ങനെ ബിരിയാണിയും കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിൽ പോയി കേട്ടോ. റൂമിൽ പോകുന്ന വഴിക്ക് ഞാൻ 2 മൈലാഞ്ചി മേടിച്ചു. അങ്ങനെ ലിൻഡയ്ക്ക് നമ്മളൊരു ഫുൾ ചിക്കൻ കബാബ് മേടിച്ച് തിരിച്ച് റൂമിൽ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെയും വിശന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും കുക്കിങ്ങിലേക്ക് കയറി. ഇതിന്റെ പേരെന്തായിരുന്നു ഇംഗ്ലീഷ്? ബൂൾസ്. അതിലെന്താണ് ഇവ ടിഫിൻ കണ്ടോ? പൂതപ്പം റവ കള്ള സാമിന. അങ്ങനെ ബുൾസയൊക്കെ ഉണ്ടാക്കി നമ്മൾ നേരെ റൂമിൽ വന്നു കേട്ടോ. ഈ ബുൾസയുടെ മഞ്ഞ പൊട്ടാതെ ഇങ്ങനെ ഫുള്ളോ എടുത്ത് വയലിട്ട് കഴിക്കുക ഒരു ഫണ്ണല്ലേ. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ നമുക്ക് വീണ്ടും വിശന്നു. അങ്ങനെ ഞാനും അശ്വിനിയും ലിൻഡിയും കൂടെ വന്നിട്ട് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.